നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് വർഗീയ വിവേചനം നടത്താൻ എല്ലാ രീതിയിലും അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് BJP തന്നെയാണ്. BJP അതിൻ്റെ പേരിലാണ് ഇവിടെ വലിയ തോതിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിച്ച് എല്ലാ തരത്തിലും ജനങ്ങളെ ഭിന്നിച്ച് ഭരിക്കുന്നത്. അതിനെ തടയിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ എല്ലായ്പ്പോഴും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള BJPയുടെ പോഷക സംഘടനകൾ അതിനു വേണ്ടിയുള്ള എല്ലാ കളികളും കളിക്കുകയാണ്. ഭരണഘടനയെ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാം, അതിനുവേണ്ടി അവർ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് പല സ്ഥലങ്ങളിലും സംഭവ വികാസങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ശേഖർ കുമാർ യാദവ് ഡിസംബർ 8 കൃത്യമായി അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ 34 മിനിറ്റോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം അടങ്ങുന്ന രേഖ ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് കൃത്യമായി പരിഗണിക്കവേ ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ MPമാരും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള മെഹദി എന്ന നാഷണൽ കോൺഫറൻസ് MPയും അടക്കം നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഈ നടപടിക്രമത്തെ ഇംപീച്ച് ചെയ്യണം, ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരികയാണ്. അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ലൈബ്രറി ഹാളിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പരിപാടിക്കിടയിലാണ് ജഡ്ജി വിവാദ പരാമർശങ്ങൾ നടത്തി വലിയ തോതിൽ മുസ്ലിം സമുദായത്തെയും ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള അങ്കലാപ്പുണ്ടാക്കി കിടക്കുകയാണ് എന്നും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ജഡ്ജിയായി തുടരാൻ യാതൊരു രീതിയിലും ധാർമ്മികപരമായി അനുവദിക്കരുത് എന്നാണ് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പൊതുതാൽപര്യ ഹർജി കൂടി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതായത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇതുപോലുള്ള സംഭവങ്ങളെ എതിർത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും. ഇതിനോടകം തന്നെ ഈ ജഡ്ജി പറഞ്ഞ, അതായത് ശേഖർ കുമാർ യാദവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാരിലെ വിവിധ മന്ത്രിമാരും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന MLAമാർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെ പോലുള്ളവരാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതെന്ന തോതിൽ വലിയ തോതിൽ വർഗീയത ആളിക്കത്തിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിനെ ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം ഗുജറാത്തിൽ ഒരു വ്യാജ കോടതി 5 വർഷം പ്രവർത്തിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിചിതമാണ്. അവർക്കെതിരെ പ്രവർത്തിക്കുന്നവർ, അതായത് നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ അമിത്ഷായ്ക്കെതിരെയും ഒക്കെ പ്രവർത്തിക്കുന്നവരെ അവരെ ജയിലിലടയ്ക്കാൻ യാതൊരു രീതിയിലുള്ള മടിയുമില്ല. നമുക്കറിയുന്ന കാര്യമാണ്, മുൻ IPS ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ടിനെ എത്രത്തോളം ക്രൂരമായാണ് അവിടെ നിയമവാഴ്ചയുടെ സഹായത്തോടു കൂടി BJP ടാർഗറ്റ് ചെയ്തതെന്നുള്ളത്. അദ്ദേഹം ഇപ്പോഴും ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. 1990 കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ ജയ്പൂരിലെ ഒരു അഭിഭാഷകൻ്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒക്കെ വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ മണിനഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അവിടെ ജാതി പറയുന്നത് BJP കൃത്യമായും അവർ ന്യൂനപക്ഷ വിരോധികളായതുകൊണ്ടല്ല, അവർ അത് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയമാണ്. ഹിന്ദു സമുദായമായാലും ഏതായാലും മോദിയുടെയും അമിത്ഷായുടെയും ശത്രുക്കൾ രാജ്യദ്രോഹികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി ജുഡീഷ്യറിയെയും പോലും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം.